അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമുക്ക് നമ്മുടെ കഴിവുകളൊന്ന് തിരിച്ചറിയാനുള്ള ഒരു ചെറിയ മോട്ടിവേഷൻ ഒന്ന് ചിന്തിക്കുക. ഒരു ഓറഞ്ച്, ആ ഓറഞ്ച് ഒന്ന് പൊളിച്ചു നോക്കിയാൽ അതിൽ കുറേ ഓറഞ്ചിൻ്റെ ഇല്ലികളുണ്ടാകും. അതിലൊക്കെ കുരുകളുണ്ടാകും, വിത്തുകൾ. ആ ഓറഞ്ചിൻ്റെ വിത്തുകൾ കുഴിച്ചിട്ടിട്ട് വീണ്ടും അതിൽ ഓറഞ്ച് ഉണ്ടാകുന്നു. അങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ അൺകൗണ്ടിങ് വിത്തുകൾ അങ്ങനെ കുഴിച്ചിട്ട് അതിൽ നിന്ന് ആ കുഴിച്ചിട്ട വിത്തിൽ ഓറഞ്ച് ഉണ്ടായി. പിന്നീട് അതിലുണ്ടാകുന്ന വിത്തുകൾ കുഴിച്ചിട്ട് വീണ്ടും ഓറഞ്ച് ഉണ്ടായി. ഒരൊറ്റ ഓറഞ്ചിൽ നിന്ന് നമ്മുടെ തലമുറകൾ കഴിഞ്ഞാലും ആ ഓറഞ്ചിൻ്റെ വിത്തുകളിൽ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്ര വിത്തുകൾ അതിലുണ്ടാകുന്നു. നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട പോയിൻ്റാണ്. നമ്മളെ തലമുറകൾ കഴിയുന്തോറും അതങ്ങനെ എത്ര കഴിഞ്ഞാലും അതിലങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ന്യൂറോ ഉള്ള സെറ്റ് ചെയ്ത് വെച്ച നമ്മുടെ തലച്ചോറിന് എത്ര വലിയ കഴിവുണ്ടാകും, എത്ര വലിയ കപ്പാസിറ്റി ഉണ്ടാകും. ഒരു കമ്പ്യൂട്ടറിൽ ലക്ഷക്കണക്കിന് വീഡിയോ സ്റ്റോർ ചെയ്ത് വെച്ചാൽ പോലും അതിനേക്കാൾ അപ്പുറം സ്റ്റോർ ചെയ്ത് വെക്കാൻ തലച്ചോറിലെ ഒരു ന്യൂറോക്ക് കഴിയുമെങ്കിൽ നമ്മുടെ തലച്ചോറിനുള്ള കഴിവ് എത്ര വലുതാണ്. ചെറിയ ഒരു തലച്ചോറ്, 1 കിലോ 1.5 കിലോ താഴെ വരുന്ന ഒരു ചെറിയ തലച്ചോറിനുള്ളിൽ അതിനുള്ള കപ്പാസിറ്റി ഒന്ന് ശരിക്കും പഠിച്ചാൽ എത്ര വലിയ സ്റ്റോറേജ് അതിലുണ്ടാക്കാൻ കഴിയും. അതും അൺകൗണ്ടിങ് ആണ്, കണക്കൂട്ടാൻ പറ്റാത്തത്ര വരും. നമ്മളെ ഓരോ സമയത്തും നമ്മളെ ജനിച്ച കുട്ടികൾ അവർക്ക് വലത്തെ കൈയോ ഇടത്തെ കൈയും രണ്ടും സമമാണ്. ഒരു കൈക്ക് പ്രത്യേക ശക്തിയൊന്നും ഉണ്ടാവില്ല. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ വലത് കൈക്ക് കുറച്ച് ശക്തി കൂടി. ഇടത് കൈ ഉപയോഗിക്കുമ്പോൾ ഇടത് കൈക്ക് ശക്തി വരുന്നു. വലത് കൈ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് വലത് കൈക്ക് ശക്തി കൂടുന്നു. നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ ബ്രെയിനിൽ അതിനുള്ള കപ്പാസിറ്റി റെഡിയാക്കി വെക്കുന്നു. നമ്മൾ കണ്ണ് കാണാത്ത ആളുകളെ കണ്ടിട്ടില്ലേ? എൻ്റെ കൂടെ പഠിച്ചൊരു ഉമർ മുസ്ലിയാർ കണ്ണില്ലാത്ത ആളായിരുന്നു, പട്ടിക്കാട് ജാമ്യയിൽ. കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ അസ്സലാമു അലൈക്കും തന്നെ കൈ പിടിച്ചപ്പോൾ അദ്ദേഹം അരിക്കുട്ടി ഫൈസി അല്ലേ എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണത്? നമുക്ക് ഒരാളെ കണ്ടിട്ട് ഒരു 5-6 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ കണ്ട് ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. പക്ഷെ കണ്ണില്ലാത്തവരോ, അവരുടെ മെമ്മറി, ഓർമ്മശക്തി കൂടുതലായിരിക്കും, മെമ്മറി കഴിവ് വലിയായിരിക്കും. കാരണം എന്താ? കണ്ണവർക്ക് കാണുന്നില്ല എന്നതുകൊണ്ട് അവർ കൂടുതൽ തലച്ചോറ് ഉപയോഗിക്കുകയാണ്. ബുദ്ധിശക്തി അവർക്ക് കൂടുതലായിരിക്കും, ഓർമ്മശക്തി കൂടുതലായിരിക്കും. നമ്മളിതൊന്നും യൂട്ടിലൈസ് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല എന്നതാണ് നമ്മുടെ പരാജയത്തിൻ്റെ കാരണം. ഞാനും നിങ്ങളും ഈ തലച്ചോറിനെ മനസ്സിലാക്കിയിട്ട് അത് വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല, അത് വേണ്ടത്ര യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ പരാജയം. നമ്മുടെ കഴിവ് എന്താണ് നമുക്കൊന്ന് തിരിച്ചറിയാൻ കഴിയണം. ഈ കോടിക്കണക്കിന് ന്യൂറോ ഉള്ള ഈ ഒരു സംവിധാനം, ഇതിലുണ്ടാകുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മളതൊക്കെ മറച്ചു വെച്ചിട്ട് അതിലേക്ക് നെഗറ്റീവ് അങ്ങനെ കയറ്റി വിടുകയാണ്. നമ്മൾ ചെയ്യുന്ന എന്താ? നമുക്ക് വേണ്ടാത്തതൊക്കെ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കും. വേണ്ടുന്നതൊന്നും സ്റ്റോർ ചെയ്യൂല, വേണ്ടാത്തതൊക്കെ സ്റ്റോർ ചെയ്യും. ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ, ആക്ഷേപിച്ചാൽ, പരാതി പറഞ്ഞാൽ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും.
നമുക്ക് ഗുണമുള്ള എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ നമ്മൾ മറന്നുപോകും. നമ്മൾ നമ്മുടെ തലച്ചോറ് ശരിക്ക് യൂട്ടിലൈസ് ചെയ്താൽ തീർച്ചയായും നമുക്കുള്ള കപ്പാസിറ്റി വലുതാണ്. നമുക്ക് നമ്മെ തിരിച്ചറിയാൻ കഴിയും. ഇതിന് അള്ളാഹുവിന് നന്ദി പറയണം. നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് കൂട്ടണം. നമുക്ക് ഇത്രയും വലിയ സംവിധാനം, നിങ്ങൾ തലച്ചോറിനെ കുറിച്ച് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കൊക്കെ അറിയാം. ഇത്രയും വലിയൊരു സംവിധാനം നമ്മുടെ തലച്ചോറിലുണ്ടായിട്ട് അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. എനിക്കും നിങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. നമ്മളോ പ്രശ്നങ്ങൾ, നെഗറ്റീവുകൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അതിങ്ങനെ ചിന്തിച്ചിട്ട് വാരിക്കൂട്ടുകയാണ്. എന്നിട്ട് അവിടെയൊക്കെ വൈറസുകൾ കയറുകയാണ്. ആ വൈറസ് പിന്നീട് ബ്ലഡ് സർക്കുലേഷനിലൂടെ വന്ന് നമ്മുടെ ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു. നമ്മുടെ ബ്രെയിൻ ഉയരണം, ഹെൽത്ത് കപ്പാസിറ്റി കൂടുതലാക്കണം. മൈൻഡ് കപ്പാസിറ്റി കൂടുതലാകുമ്പോഴേ നമുക്ക് ഹെൽത്ത് കപ്പാസിറ്റി കൂടുള്ളൂ. തിരിച്ചറിയണം. നാം നമ്മെ തന്നെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.